ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയാകും. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. മേഘാലയയിൽ നടക്കുന്ന വടക്ക് കിഴക്കൻ കൌൺസിലിന്റെ 73ാമത് പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഫാർമസ്യൂട്ടിക്കൽസ്, ആരോഗ്യ സംരക്ഷണം, ഗതാഗതം, പുനരുപയോഗ ഊർജ്ജം എന്നീ മേഖലകളിൽ ചർച്ച ചെയ്യും. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി റോഡ്രിഗസ് ഇന്നലെയാണ് ന്യൂഡൽഹിയിലെത്തിയത്. സന്ദർശനത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരതാ നിധിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധന വില 60 രൂപ 5 പൈസയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഡൽഹി NCR മേഖലയിലെ പഴയ ട്രക്കുകളും ബസ്സുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കും കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഒഡീഷയിലെ രാമേശ്വർ മുതൽ പാരാദീപ് വരെ 163 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഇന്ത്യയും ലാവോ പീപ്പിൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക, നാഗരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന 10ാമത് ഇന്ത്യ ലാവോ PDR ജോയിന്റ് കമ്മീഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ലാവോ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. Our relations go back in history. It is based on deep cultural and people-to-people linkages. Our own Prime Minister visited Lao PDR in October 2024. On that occasion, a number of agreements and MOUs were signed. And today, we have an opportunity to review them, to explore a wide-ranging agenda. മേഘാലയയിലെ ഷില്ലോങ്ങിൽ ഇന്ന് നടക്കുന്ന വടക്ക് കിഴക്കൻ കൌൺസിലിന്റെ 73ാമത് പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. പ്രാദേശിക വികസനത്തിനായി രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് കൈവരിച്ച പുരോഗതിയെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. 2 ദിവസത്തെ ത്രിപുര സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അഗർത്തലയിലെത്തും. ലെങ്കാമുറയിലെ അതിർത്തി സുരക്ഷാ സേനയുടെ അതിർത്തി ഔട്ട്പോസ്റ്റ് കേന്ദ്രമന്ത്രി സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ഉന്നതതല യോഗം ചേരും. യോഗയ്ക്ക് ലോകമെമ്പാടും ഏറെ പ്രചാരം ലഭിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്ന 1ാമത് ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കുമെന്നും സമൂഹമാധ്യമത്തിലൂടെ അദ്ദേഹം അറിയിച്ചു. ചാമ്പ്യൻഷിപ്പ് ലോകമെമ്പാടുമുള്ള യോഗാ പ്രേമികളെ ഒന്നിപ്പിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി UK വിദേശ കോമൺവെൽത്ത് കാര്യ സെക്രട്ടറി അവറ്റ് കൂപ്പർ ന്യൂഡൽഹിയിലെത്തി. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അവർ കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്ന് സഭയിൽ അവസാനിക്കും. വടക്കൻ ജില്ലകളിൽ KSRTC സേവനം വിപുലമാക്കുന്നതിനെക്കുറിച്ച് VT ബൽറാമും ക്ഷേമ പെൻഷൻ വിതരണത്തിലെ അപാകതകളെക്കുറിച്ച് K പ്രേംകുമാറും ശ്രദ്ധ ക്ഷണിക്കും. പുതുക്കിയ സംസ്ഥാന ബജറ്റ് ജൂൺ 19 അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്.
കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ വ്യാപക മഴ അനുഭവപ്പെടുന്നുണ്ട്. മാഹിയിലും ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. ഓറഞ്ച് ജാഗ്രതയാണ് ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഉള്ളത്. 20 സെന്റിമീറ്റർ വരെ മഴയാണ് ഇവിടെ പ്രവചിക്കുന്നത്. കൊച്ചി, കാക്കനാട്, ആലപ്പുഴ, കുമരകം, കോട്ടയം എന്നിവിടങ്ങളിൽ പുലർച്ചെ മുതൽ 15 സെന്റിമീറ്റർ മഴയും 40 കിലോമീറ്ററിൽ താഴെ വരുന്ന വേഗത്തിലുള്ള കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. ജൂൺ 7 വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാനാണ് സാധ്യത. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്നലെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ മികവിന് കോട്ടയം മേലുകാവ് ഗ്രാമപഞ്ചായത്തും, ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾക്ക് പത്തനംതിട്ടയിലെ നിരണം ഗ്രാമപഞ്ചായത്തും പുരസ്കാരത്തിന് അർഹമായി. തിരുവനന്തപുരത്തെ ഒറ്റൂർ ശിശു സൌഹൃദ വിഭാഗത്തിൽ 3ാം സ്ഥാനം നേടി. പരിമിതികൾക്കുള്ളിൽ നിന്ന് തന്നെ ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ തങ്ങളുടെ പഞ്ചായത്തിന് സാധിച്ചതായി ദേശീയ പഞ്ചായത്ത് പുരസ്കാരം സ്വന്തമാക്കിയ പത്തനംതിട്ട നിരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോളി ഈപ്പൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. വളരെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിലെ ശ്രമകരമായ പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പുരസ്കാരം ഞങ്ങൾക്ക് ലഭിച്ചത്. ആരോഗ്യ മേഖലയിലെ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഈ തുക ഞങ്ങളെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥരെ, അതുപോലെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ, ജനപ്രതിനിധികളെ, ഞങ്ങളുടെ നാട്ടിലുള്ള അംഗങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ ധാരാളം പ്രയത്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു അവാർഡ് ലഭിക്കുവാൻ സാധിച്ചത്. ഗോവയിൽ നടക്കുന്ന സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാനെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനൽ സ്ഥാനം ഉറപ്പിച്ചത്. 6 വർഷത്തിനിടെ ആദ്യമായാണ് ഇന്ത്യ സാഫ് വനിതാ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടക്കുന്നത്. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. ഉലാൻ ബത്തർ ഓപ്പൺ റാങ്കിംഗ് സീരീസ് ഗുസ്തി ടൂർണമെന്റ് ഇന്ന് മംഗോളിയയിൽ ആരംഭിക്കും. 4 ദിവസമായി നടക്കുന്ന ടൂർണമെന്റിൽ പുരുഷ, വനിതാ, ഫ്രീ സ്റ്റൈൽ, ഗ്രേക്കോ റോമൻ വിഭാഗങ്ങളിലായി ഇന്ത്യൻ താരങ്ങൾ പങ്കെടുക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. ഇന്ന് രാജ്യത്തെ വ്യവസായ സൌഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 500-ൽ നിന്ന് ഈ വർഷം മാർച്ചിൽ 2.23 ലക്ഷമായി ഉയർന്നു. നികുതിദായകർക്കായി 2021 പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചതും GST നടപ്പിലാക്കിയതും വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ അന്തിമ കരാർ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം അമേരിക്കയുമായുള്ള ചർച്ചകളിൽ വ്യക്തമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി പറഞ്ഞു. ഇറാന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനെയും ലെബനനിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനെയും പ്രാദേശിക സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനെയും ആശ്രയിച്ചായിരിക്കും തുടർ ചർച്ചകളെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇന്നലെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്നലെ പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ പ്രധാന ടെർമിനലിന് വൻ നാശനഷ്ടമുണ്ടായതിനെ തുടർന്ന് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ എബോള പ്രതിരോധ നടപടികൾ വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയോസിസ്. വൈറസ് വലിയ തോതിൽ പടർന്നു പിടിച്ചിട്ടുണ്ടെന്നും ആരോഗ്യ പ്രവർത്തകർ ഇപ്പോഴും രോഗബാധിതരാണെന്നും അദ്ദേഹം പറഞ്ഞു. കോങ്കോയിൽ എബോള ബാധിച്ച് 60 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയാകും. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. മേഘാലയയിൽ നടക്കുന്ന വടക്കു കിഴക്കൻ കൌൺസിലിന്റെ 73ാമത് പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.
സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.